ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻ സ്ക്വാഡ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. മെയിൻ്റനൻസിന് ശേഷം ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി വീഡിയോ ചെയ്യാൻ. ഓക്കെ, എന്നിരുന്നാലും ഇന്ന് 2 പ്ലെയർ ഓഫ് ദ വീക്ക് പാക്ക് വന്നിട്ടുണ്ട്. നോർമലും അതുപോലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ പുതിയൊരു ക്യാമ്പയിൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ കപ്പ് ക്വാളിഫയർ ക്യാമ്പയിൻ, പുതിയ ക്യാമ്പയിൻ വന്നേക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഒരു ഷോർട്ട് ടൈം പ്ലെയർ, അതായത് 5 കൺട്രിയിൽ നിന്നുള്ള വ്യത്യസ്തമായ പ്ലെയേഴ്സ് ഉണ്ട്. അതിൽ ഒരു പ്ലെയറിന് നമുക്ക് മസ്റ്റായിട്ട് സൈൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറിന് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആദ്യം ഇന്ന് വന്നേക്കുന്ന പാക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നാഷണൽ അറ്റാക്കേഴ്സിൻ്റെ പാക്ക്, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പാക്കാണ്. ഒരു റൂമറും നമ്മൾ കേട്ടിരുന്നില്ല ഈ പാക്കിനെ പറ്റി. ബ്ലഡ് സ്കേർലർ എംബപ്പയുടെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏകദേശം 106 ഓവറോൾ പോകുന്നൊരു എംബപ്പയാണിത്. കിട്ടിയാൽ നല്ല വെർത്തി പ്ലെയറാണ്. നമുക്കറിയാമല്ലോ, എംബപ്പയാണ് ഇപ്പം റയലിലേക്ക് വന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കപ്പോഴും നമുക്ക് ഫോം തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കിട്ടിയാൽ നല്ലൊരു പ്ലെയറാണ്. അതിൻ്റെ കൂടെ വന്നേക്കുന്ന പ്ലെയർ ഒന്ന് സനയാണ്, നമുക്കറിയാം, ജർമ്മനിയുടെ ബയൺ മ്യൂണിക്കിൽ. പിന്നെ ഒന്ന് ബർലയാണ്, ഇറ്റലി ഇൻ്റർ മിലാന് വേണ്ടി കളിക്കുന്നത്. നോക്കുകയാണെങ്കിൽ 3 പേർക്കും വ്യത്യസ്ത സ്കില്ലാണ് കൊടുത്തേക്കുന്നത്. ബ്ലഡ് സ്കേർലർ എംബപ്പയ്ക്കും, മൊമെൻ്റം ഡ്രിബ്ലിങ് സനയ്ക്കും, അതുപോലെ തന്നെ ബർലയ്ക്ക് ഫിനോമിനൽ പാസും. ഹോൾ പ്ലെയറാണ് വന്നേക്കുന്നത് ബർല. അതുപോലെ ലോറേസന ക്രോസ് സ്പെഷ്യലിസ്റ്റാണ് തോന്നുന്നു. അതെ, പക്ഷേ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു ഫോം സനയുടെ. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, അതാണ് പ്രശ്നം. ബാക്കി 2 കാർഡ് നല്ലതാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എംബപ്പെ കിട്ടിയ വേർത്താണ്. ആരെങ്കിലും ട്രൈ ചെയ്ത് കിട്ടിയെങ്കിൽ കമൻ്റായിട്ട് ചെയ്യുക. ഞാനേതായാലും ട്രൈ ചെയ്യുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. നോക്കട്ടെ. പാക്കും കാര്യങ്ങളും ഓപ്പൺ ആക്കുകയാണ്. അത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ CF ഇപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു ബ്ലഡ് സ്കേർലർ വരുന്നത്, അതും ഗോൾ പൂച്ചർ. എംബപ്പെ അല്ലാത്ത പ്ലെയർ ഓഫ് ദി വീക്ക് തന്നെ അത്യാവശ്യം നല്ല സീൻ കാർഡുകളാണ്. ഇത് ബ്ലഡ് സ്കേർലും കൂടി ഉള്ളപ്പം അപ്പോൾ തന്നെ ഓവറോൾ നല്ല റേറ്റിംഗ് പോകുന്നുണ്ട്. കിട്ടിയ അടിപൊളി കാർഡാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോർമൽ പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ വലിയ കാര്യമായിട്ടുള്ള പ്ലെയേഴ്സൊന്നും എനിക്ക് തോന്നിയില്ല. ലുക്കാക്കു, അതുപോലെ ലൂയിസ് ഡയസ്, പിന്നെ ഡിറോൺ, ഈ 3 പേരാണ് വന്നേക്കുന്നത് ബൂസ്റ്റർ. പിന്നെ ഗ്യോക്കർസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ പ്ലെയർ ഓഫ് ദി കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ലുക്കാക്കു ഡീപ്പ് ലൈനിങ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കാർഡാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഏതാ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. ഫ്രീ ട്രൈ ഉണ്ട്, എല്ലാവരും കളിച്ചത് എടുക്കുക. പിന്നെ യൂറോപ്യനിൽ ഇതിൽ അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഓൾറെഡി എൻ്റെ ഫ്രീ ട്രയൽ എനിക്ക് കിട്ടിയ ന്യൂനോ മെൻഡിസിനെയാണ്. പിന്നെ 100 കോയിനിൽ എനിക്ക് കിട്ടിയത് റോഡ്രിഗോയാണ്. നമുക്കറിയാലോ, 2 നല്ല പ്ലെയേഴ്സാണ്. പിന്നെ സെൻസി വന്നിട്ടുണ്ട്, ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ. ആദ്യമായിട്ടാണ് പുള്ളിയുടെ ഒരു സ്പെഷ്യൽ കാർഡ് വരുന്നത്, സ്പെഷ്യലല്ല ഫീച്ചർ കാർഡ് വരുന്നത്. പിന്നെ ഹാരി കെയ്ൻ ഉണ്ട്, ഡിക്ലെയർ റൈസ്. ഓക്കെ, പിന്നെ ജൂലിയൻ ടിംബർ. ഇത് അത്യാവശ്യം നല്ല പാക്കാണെന്ന് തന്നെ പറയാം. ഫെർലാൻ മെൻഡിയുടെ ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്ക് വന്നിട്ടുണ്ട്. നല്ല കാർഡാണ്, അത്യാവശ്യം നല്ല സ്റ്റാറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആരും സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ പാക്കിനെ അപേക്ഷിച്ച് ഈ പാക്കായിരിക്കും നല്ലത്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആരെയാണ് കിട്ടിയെന്ന്. ഇതും ഫ്രീ ട്രൈ ഉണ്ട്, അത് മിസ് ചെയ്യരുത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ സംഭവം ഇതാണ്, സെലക്ഷൻ കോൺടാക്റ്റ്. അപ്പോൾ തന്നെ യൂറോപ്യൻ നാഷണൽ ടീംസ് എന്ന് പറഞ്ഞത് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 15 പ്ലെയേഴ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് 5 പ്ലെയേഴ്സിന് ഇഷ്ടമുള്ള പ്ലെയേഴ്സിന് സൈൻ ചെയ്യാം. അത് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കത് നോമിനേറ്റ് കോൺടാക്റ്റ് ആയിട്ട് ലഭിക്കും. അതിലിഷ്ടമുള്ള ആളെ നമുക്ക് സൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് 5 പ്ലെയേഴ്സിന് സൈൻ ചെയ്യാം. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിതാണ് സെലക്ഷൻ കോൺടാക്റ്റ്. ഇത് കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ കൊണാമി നമുക്ക് തന്നതാണ്. ഷോർട്ട് ടൈം കാർഡ് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ സൈൻ ചെയ്യാം, ഒരാളെ കിട്ടുകയുള്ളൂ. പലരും സംശയമായിരിക്കും നമുക്ക് 5 പേരെ കിട്ടുമെന്ന്. ഇതിൽ ഒരാളെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് നോക്കുകയാണെങ്കിൽ ഇറ്റലിയുടെ വന്നേക്കുന്ന ബാസ്റ്റോണി, ജർമ്മനിയുടെ വന്നേക്കുന്ന ഗ്നാബ്രി, അതുപോലെ തന്നെ കൊളമുവാനി ഫ്രാൻസിൻ്റെ, പിന്നെ
ഹ്വാൻ മി ചാൻ, ഇത് CF ആണ് വന്നേക്കുന്നത്. കൊറിയയുടെ സണ്ണാണ് പൊളിച്ചാനെ. പിന്നെ അമ്രബട്ട്, മൊറോക്കോയും. ഇത്രയും പ്ലെയേഴ്സാണ് വന്നേക്കുന്നത്. ഇതിൽ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ഈ ആഴ്ച കിട്ടില്ല. ഈ ആഴ്ച ഇപ്പോൾ നമ്മൾ അത് ഓൾറെഡി നമ്മളെല്ലാം എടുത്താൽ നമുക്ക് ഏകദേശം 9 കിട്ടുള്ളൂ. 10 കിട്ടിയാൽ നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുള്ളൂ. അപ്പം ഒരാഴ്ച എന്തായാലും വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് ചോയ്സ് ആരായിരിക്കും, അത് എല്ലാവർക്കും അറിയാം, വേറെ ആരുമല്ല, നമ്മുടെ ബാസ്റ്റോണി തന്നെയായിരിക്കും. എന്നുവെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ എപ്പോഴും തന്നെ നല്ല ഫോമിൽ കളിക്കുന്നതാണ്. അതും മെയിനായിട്ട് ബിൽഡപ്പ് കാർഡാണ് വന്നേക്കുന്നത്. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ സംശയിച്ചു ഇനി എക്സ്ട്രാ ഫ്രണ്ട് മാൻസ് ആണ് വരിക എന്ന്. ചിലപ്പോൾ നമ്മുടെ നോർമൽ കാർഡൊക്കെ എക്സ്ട്രാ ഫ്രണ്ട് മാനാണ്, പക്ഷേ പ്ലെയർ ഓഫ് ദ വീക്കൊക്കെ വരുന്ന ബിൽഡപ്പായിട്ടാണ്. ലാസ്റ്റ് UCLൻ്റെ പ്ലെയർ ഓഫ് ദ വീക്ക് അതെനിക്ക് കിട്ടിയിരുന്നു. അത് നല്ല കാർഡാണ്, 99 ഓവറോൾ പോകുന്നത്. അത് ഞാനിപ്പോഴും ഫോം വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. എപ്പിക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ആ കാർഡ് യൂസ് ചെയ്യാറുണ്ട്. നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഞാൻ ഈ കാർഡ് തന്നെയായിരിക്കും തീർച്ചയായും സൈൻ ചെയ്യുന്നത്. അതിന് മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ബിൽഡപ്പ് കാർഡ്, അത് 190 ഹൈറ്റ് ഉണ്ട്. അതാണ് മെയിനായിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് CBയിൽ ഡിഫൻഡർമാരിൽ ഹൈറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഓരോ മാച്ച് കഴിയുമ്പോൾ നിങ്ങൾ കളിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഫോർട്രസ് സ്കില്ലും വരുന്നുണ്ട്. ഈ 5 പ്ലെയേഴ്സിന് ഓരോ സ്കില്ല് വരുന്നുണ്ട്. അതിൽ ബാസ്റ്റോണിക്ക് വരുന്ന ഫോർട്രസ്സാണ്, നല്ലൊരു സ്കില്ലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം സ്പീഡുണ്ട്. ഈ കാർഡ് നമ്മളിപ്പം ട്രെയിനിങ് ചെയ്ത് ബൂസ്റ്റർ, സെക്കൻഡ് ബൂസ്റ്റർ നമുക്ക് ഷട്ട് ഡൗൺ കൂടെ കൊടുത്താൽ ഏകദേശം ഒരു 85 എബോ സ്പീഡ് എത്തിക്കാൻ കഴിയുന്നൊരു നല്ലൊരു കാർഡാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോമാണ്. ഫോം ഈ കാർഡുകളിൽ അൺവേവറിങ് ഫോമാണ്, നമുക്കറിയാലോ. അതായത് നമ്മൾ എപ്പിക് കാർഡ് ഒഴിച്ച് ബാക്കി ഏത് കാർഡുകൾ നോക്കുകയാണല്ലോ അൺവേവറിങ് ഫോം ആയിരിക്കും എപ്പോഴും നല്ലത്. സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് പറ്റ വീക്കായ ഫോമാണ്. എപ്പോഴും നമ്മൾ നല്ലൊരു ഫോം കിട്ടാത്തൊരു ഇതാണ് ഇൻകൺസിസ്റ്റൻ്റ്. സ്റ്റാൻഡേർഡും ആവറേജ് അത്രേ പറയുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഫോം അൺവേവറിങ് ആയിരിക്കും. അപ്പം അൺവേവറിങ് ഫോമിൽ നല്ലൊരു കാർഡ് വന്നേക്കുന്ന ഇതാണ്. പിന്നെ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ വേറെ ആരുമല്ല, CF കോളോമോനി. അത് നമുക്കറിയാമല്ലോ, ജൂവൻറ്റസിലേക്ക് വന്ന പിന്നെ നല്ല ഫോമിലാണ്, മിക്കപ്പോഴും ഫോം വരുന്നുണ്ട് എല്ലാ ആഴ്ചയും തന്നെ. അപ്പം സെക്കൻഡ് എൻ്റെ ഓപ്ഷൻ ഇതായിരിക്കും. ഫിനോമിനൽ ഫിനിഷിംഗ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു CF ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ PSG ഒരു പ്ലെയർ ഓഫ് ദ വീക്ക് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ ഇടയ്ക്കൊക്കെ ആ കാർഡ് യൂസ് ചെയ്യാറുണ്ട് ഫോം വരുമ്പോൾ. ഇപ്പോഴും നല്ല ഒരു പെർഫോമൻസ് തരുന്നൊരു കാർഡാണ്. അത് ഗോൾ പൂച്ചറാണ്, ഇതും ഗോൾ പൂച്ചറാണ്. ഇത് വരുന്ന ഫോം സ്റ്റാൻഡേർഡ് ഫോമാണ്, എന്നിരുന്നാൽ കൂടെ അത്യാവശ്യം നല്ലൊരു കാർഡാണ്. പിന്നെ തേർഡ് ഓപ്ഷൻ എന്ന് പറയാൻ എല്ലാവരും പോകുന്ന എന്താ എനിക്കറിയാം, ഞാൻ ഗ്നാബ്രീനെ തേർഡ് ഓപ്ഷൻ ആക്കി. ഇത് നല്ലതാണ്, നമുക്കറിയാം ഇത് ക്രോസ് സ്പെഷ്യലിസ്റ്റാണ്. പോരാത്തതിന് എഡ്ജ് ക്രോസിംഗ് ഉണ്ട്. പക്ഷേ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫോമാണ്. നമുക്ക് പ്രശ്നം. നോക്കിയാൽ ഇതുണ്ടല്ലേ, ഇൻകൺസിസ്റ്റൻറ്റ് ഫോമാണ് ഇത് കൊടുത്ത്. അൺവേവറിങ്ങോ ഒരു വേറെ സ്റ്റാൻഡേർഡ് ഫോമോ ഏതെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയാനെ. ഈ ഫോമിലാണ് ഈ പ്രശ്നം വന്നത്. ഈ ആഴ്ച B ഫോമൊക്കെ ഉണ്ട്, അത്യാവശ്യം കളിക്കും. പക്ഷേ നോർമൽ ഫോമിലേക്ക് വന്ന ഇൻകൺസിസ്റ്റൻ്റ് പറ്റ ശോകമാണ്. അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്കാണ് വേണ്ടത്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ആവാൻ, ചിലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊസിഷനിലാകാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ബാസ്റ്റോണിയാണ്. പിന്നെ ഞാൻ പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ മുവാനിയാണ്. തേർഡ് ഓപ്ഷനാണ് ഗ്നാബ്രി. പിന്നെ മറ്റ് 2 പ്ലെയർ ആവറേജ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സെലക്ഷൻ കോൺട്രാക്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ച ഇത് എല്ലാം കളക്ട് ചെയ്ത്, അതായത് നമ്മൾ സൈൻ ചെയ്യുന്ന മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, അപ്പോൾ അതനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ എംബാപ്പയുടെ വീഡിയോ നോക്കട്ടെ, ഞാൻ സൈൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതൊരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ സാധാ പോലെ തന്നെ 50-50 കോയിൻ ചാലഞ്ച് തന്നെയാണ് വന്നേക്കുന്നത്, എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ല. വേറെ ഇതിൽ ക്യാമ്പയിനിൽ നമുക്ക് ഈ പ്ലെയറെ കിട്ടുന്നല്ല, കോയിനും കാര്യങ്ങളൊന്നും ഇല്ല. അത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്ലെയർ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് ന്യൂ ഇയറിന് കിട്ടിയിരുന്ന ഒരു ഷോർട്ട് ടൈം ഇപ്പോഴും ഷോർട്ട് ടൈം തരുന്നു. ഇതിപ്പോൾ ഫ്രീ ആയിട്ട് തരുന്നതിനൊക്കെ പവർ ഇച്ചിരി കുറവായിരിക്കും. എന്നിരുന്നാൽ കൂടെ
നമുക്ക് 101 ഒരു പ്ലെയറിന് നമ്മുടെ സ്ക്വാഡിലേക്ക് കിട്ടുകയാണ്. നോർമലായിട്ട് നമ്മൾ സാധാരണക്കാരന് അത് എന്തുകൊണ്ടും നല്ലതാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് കൊണാമിയിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.